السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറത്തുൻ നിസായിലെ 33-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദിൻ ലിർരിജാലി നസീബും മിമ്മാ ഇക്തസബൂ വലിന്നിസാഇ നസീബും മിമ്മാ ഇക്തസബ്ന വസ്അലുല്ലാഹ മിൻ ഫളിഹി ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമാ. വലാ തതമന്നൗ, നിങ്ങൾ കൊതിക്കരുത്, നിങ്ങൾ ആഗ്രഹിക്കരുത്, നിങ്ങൾ വിചാരിക്കരുത്. മാ ഫളലല്ലാഹു ബിഹി, അള്ളാഹു ശ്രേഷ്ഠമാക്കിയതിനെ. മാ ഫളലല്ലാഹു, അള്ളാഹു ശ്രേഷ്ഠമാക്കിയതിനെ നിങ്ങൾ കൊതിക്കരുത്. ബിഹി, അതിലൂടെ, അതുകൊണ്ട്. നിങ്ങൾ അള്ളാഹു ചിലർക്ക് ചില ശ്രേഷ്ഠതകൾ കൊടുത്തു, എനിക്കത് തന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിചാരം മനുഷ്യ മനസ്സിനെ വേട്ടയാടുന്ന ഒരു കാര്യമാണ്. അത് അള്ളാഹു പറയുന്നത് എന്താണ്? മാലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി, അള്ളാഹു ആർക്കെങ്കിലും ശ്രേഷ്ഠത കൊടുത്തെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കരുത്. ബഅദുക്കും അലാ ബഅദിൻ, എങ്ങനെയാണ് ആ ശ്രേഷ്ഠത നൽകിയത്? ബഅദുക്കും അലാ ബഅദിൻ, നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ. അല്ലാഹു തആല മനുഷ്യരെ ഒരുപോലെ അല്ല സൃഷ്ടിച്ചിരിക്കുന്നത്, വിവിധ രീതിയിലാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലർക്ക് ചിലരേക്കാൾ പല രീതിയിലുള്ള ശ്രേഷ്ഠതകളും. അത് കണ്ട് നിങ്ങൾ അത്യാഗ്രഹം കാണിക്കരുത്, നിങ്ങൾ അതിൻ്റെ പുറകെ പോകരുത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ അസൂയ വെക്കരുത്. വലാ തതമന്നൗ, നിങ്ങൾ കൊതിക്കരുത്. മാ ഫളലല്ലാഹു ബിഹി, ഏതൊന്ന് അല്ലാഹു നൽകി ശ്രേഷ്ഠമാക്കിയോ. ബഅദുക്കും അലാ ബഅദിൻ, നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടെങ്കിൽ അതോർത്ത് നിങ്ങൾ ആഗ്രഹിക്കരുത്. എന്നിട്ട് അല്ലാഹു, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ചിലർ ഭരണകർത്താക്കളായിട്ടുണ്ട്, ചിലർ ഭരണീയരായിട്ടുണ്ട്, ഇനി ഉദ്യോഗസ്ഥരായിട്ടുണ്ട്, ചിലർ അധ്യാപകരായിട്ടുണ്ട്, ചിലർ വക്കീൽമാരായിട്ടുണ്ട്, ചിലർ ഡോക്ടർമാരായിട്ടുണ്ട്, എൻജിനീയർമാരായിട്ടുണ്ട്. ഈ ഓരോ വിഭാഗത്തിലും വരുന്ന ആളുകൾ ഒരാൾ മറ്റൊരേക്കാൾ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ശ്രേഷ്ഠതയുടെ കാര്യം എനിക്ക് അവനെപ്പോലെ ആകണം എന്ന് അതിനപ്പുറത്ത് നിങ്ങൾ വ്യാകുലപ്പെടരുത്. നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചു പോകരുത്. നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ അല്ലാഹു ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു, അത് നിങ്ങൾ ആഗ്രഹിക്കരുത്. പിന്നെ വസ്തുത ഇതാണ്, ലിർരിജാലി നസീബുൻ,
ആരാണോ, ഏതൊരു പുരുഷനാണോ അല്ലെങ്കിൽ ഏതൊരാളുകളാണോ നസീബ് മിമ്മായക്ക് തസബവും അവർ പരിശ്രമിച്ചുണ്ടാക്കുന്നത് ഓഹരി അവർക്കുള്ളതാണ്. ലിരിജാലി പുരുഷവർഗത്തിന് നാം നൽകുന്നതാണ് നസീബുൻ ഓഹരി, അവരുടെ പങ്ക്. മിമ്മ ഇക്തസബു, ഇക്തസബ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നേടുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുക എന്നാണ്. അപ്പോൾ അവർ കഠിനമായി അധ്വാനിച്ചതിൻ്റെ ഫലമായി അവർക്ക് ഒരു ഓഹരിയുണ്ട്. അത് പുരുഷന്മാർക്കുമുണ്ട്. വലിനിസായി സ്ത്രീകൾക്കുമുണ്ട് നസീബുൻ ഒരോഹരി. മിമ്മ ഇക്തസബിന, അവരും രാപകലില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുക, ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ അത് അവരധ്വാനിച്ചുണ്ടാക്കുന്നത് അവരുടേതാണ്. പുരുഷന്മാർക്കും അതുപോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാൽ അത് അവരുടേതാണ്. എന്നിട്ട് അപ്പോൾ അവൾക്ക് അത്രയും വലിയ കൂടിയ ജോലിയും കൂടിയ വരുമാനവും വന്നു, എനിക്കാണെങ്കിൽ ഒന്നുമില്ല. അവനെത്രയും വലിയ സ്ഥാനത്തിരിക്കുകയാണ്, എനിക്കാണെങ്കിൽ ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ വെടിയണം. അത് അല്ലാഹു തആല ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾക്കും തരാമെന്ന് പറഞ്ഞിരിക്കുക, പക്ഷേ നിങ്ങൾ കഠിനമായിട്ട് അധ്വാനിക്കണം. ലിർരിജാലി നസീബും മിമ്മാ ഇക്തസബൂ, അവർ കഷ്ടപ്പെട്ട് പാടുപെട്ടതിൻ്റെ ഫലം തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഓഹരി ലഭിക്കുന്നതാണ്. വലിനിസായി നസീബും മിമ്മാ ഇക്തസബന. പിന്നെ സ്ത്രീകൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചുള്ള മതിപ്പുകളൊന്നും നമുക്ക് വലുതായിട്ടില്ല. അവർ പകലില്ലാതെ പ്രഭാതത്തിൽ തുടങ്ങി രാത്രി എല്ലാവരും നിദ്രയിലേക്ക് പോകുന്നത് വരെ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ നോക്കാതെ നിൽക്കുന്ന സഹോദരിമാരുമുണ്ട്. അങ്ങനെ കിടന്ന് അതിനൊന്നും വല്ല മൂല്യവും നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ വീട്ടിൽ ഒരാളെ ജോലിക്ക് വിളിക്കുകയാണെങ്കിൽ ആ ആൾക്ക് വൈകുന്നേരം രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് വന്ന് വൈകിട്ട് 4 മണി അല്ലെങ്കിൽ 5 മണി 6 മണിക്ക് പോകുമ്പോഴത്തേക്ക് കൈ നിറച്ച് കാശും വയറ് നിറച്ച് ചാപ്പാടും എല്ലാ സൗകര്യങ്ങളും അവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയായിട്ട് വന്നിരിക്കുന്നവരുടെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കുകയും അവർക്ക് എന്തോ കൊടുത്താൽ മതിയാവും. അങ്ങനെ കിടന്ന് അവർ രാപകലില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം. സ്ത്രീകളെ കഷ്ടപ്പെടുത്തുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പം നമ്മളൊക്കെ ഒന്നുകൂടി ഉണർന്ന് ചിന്തിക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തെങ്കിലും അഥവാ 2 മോശവാക്ക് പറഞ്ഞാലും അതങ്ങ് കേട്ടില്ല എന്ന് വെച്ചാൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ആവലാതിയുമായ ഒരു പാവപ്പെട്ടവൻ അദ്ദേഹത്തിനെ കാണാൻ ചെന്നു. ഭാര്യയുടെ സംസാരം ശരിയല്ല, എനിക്കത് വളരെ പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ അതിനേക്കാൾ വലിയ സംസാരം അടുക്കളയിൽ നടക്കുക. മുറ്റത്ത് പരാതി പറയാൻ ചെന്ന ആൾ പതുക്കെ അനങ്ങാതെ ഇത്ര കടുപ്പമില്ല എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കണ്ടു. അതിന് ശേഷം അദ്ദേഹത്തിനെ വിളിക്കുന്നു. എന്താണ് ഇന്നതാ കാര്യം ഇപ്പോൾ ഇത് എന്നിട്ട് പറഞ്ഞ് അവരങ്ങനെ പറയുന്നെങ്കിൽ നീ വാ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് വേണ്ടി ആഹാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരും. അപ്പോൾ കാര്യങ്ങളെ വസ്തുതാപരമായിട്ട് നമുക്ക് കാണുവാനും ചിന്തിക്കുവാനും വിശകലനം ചെയ്യുവാനും ഗ്രഹിക്കുവാനും കഴിയുമ്പോൾ ഈ ലോക ജീവിതം എത്ര സുഖകരമാണെന്നറിയാമോ? അപ്പോഴാണ് നമ്മൾ വേണ്ടതുപോലൊന്നും കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നറിയാം. ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ വെറുപ്പ്, വിദ്വേഷം, അഹംഭാവം, ഞാനെന്ന ഭാവം ഇതെല്ലാം ഉണ്ടാകുന്നത്. അതൊക്കെ അങ്ങ് മാറ്റിക്കളയേണ്ടത് അതൊക്കെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതാ പറയുന്ന വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅദുക്കും വലാ ബഅദൻ, നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ അള്ളാഹു ശ്രേഷ്ഠത നൽകിയിരിക്കുന്നത്. അവർ നല്ലപോലെ പെരുമാറുന്നുവെങ്കിൽ, അവർ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഫലം അവർക്ക് അള്ളാഹു തആല ശ്രേഷ്ഠമായിട്ട് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കും അതുപോലെ ചെയ്യാൻ അവസരം തന്നിരിക്കുകയാണ്. ലിർരിജാലി നസീബുൻ, പുരുഷന്മാർക്ക് അവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം ഓഹരി അവർക്കുണ്ട്, അത് അവർക്കുള്ളതാണ്. മിമ്മാ ഇക്തസബൂ, അവർ രാപകലില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണത്. വലിനിസായി നസീബുൻ, അതുപോലെ സ്ത്രീകൾക്കും നസീബുൻ, അവരുടേതായ ഓഹരിയുണ്ട്. മിമ്മാ ഇക്തസബിന, അവരും രാപകലില്ലാതെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. ഇതൊക്കെ ഈ ലോകത്തിൽ കുറേ കാര്യങ്ങൾ പ്രധാനമായിട്ടും. ഇനി
വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹ് ശ്രേഷ്ഠത വല്ലതും വേണമെങ്കിൽ, ഔന്നത്യം വല്ലതും വേണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ഔദാര്യം വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് ചോദിക്കും. പരസ്പരം അസൂയയും വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ അള്ളാഹിൻ്റെ അടുത്ത് ബന്ധപ്പെടുക. ഇതൊക്കെ നൽകിയിരിക്കുന്നത് കഴിവുകളൊക്കെ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. അത് അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ കിട്ടുന്നത്. വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി. അതുകൊണ്ട് ശ്രേഷ്ഠത വേണമെങ്കിൽ, ഔന്നത്യം വേണമെങ്കിൽ, ഉയർച്ച വേണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക. ഇന്നല്ലാഹ കാന ബികുല്ലി ഷൈഇൻ അലീമ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നല്ലവണ്ണം അറിയുന്നവനാണ് അള്ളാഹു. അലീമൻ. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു തആല തന്നെയാണ്. അപ്പോൾ പുരുഷന്മാർ സമ്പാദിക്കുന്നത് അവർക്കുള്ളതാണ്, അത് അവരുടെ ഓഹരിയാണ്. സ്ത്രീകൾ സമ്പാദിക്കുന്നത് അവർക്കുള്ളത്. ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ആ ശ്രേഷ്ഠത നിങ്ങൾക്ക് ആർജിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആ വഴികളിലൂടെ സഞ്ചരിക്കും. അപ്പോൾ ഇനിയും ശ്രേഷ്ഠത ഇഷ്ടം പോലെ കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കൈകളിൽ ഉണ്ട്. അലി റളിയല്ലാഹു അതിന് പരിഭാഷയായിട്ട്, ആൻഡ് ഡു നോട്ട് വിഷ് ഫോർ ദാറ്റ് ബൈ വിച്ച് അള്ളാഹ് ഹാസ് പ്രിഫേർഡ് സം ഓഫ് യു ഓവർ അതേഴ്സ്. നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ കൂടുതൽ സുഖസൗകര്യങ്ങളും മറ്റ് അനുഗ്രഹങ്ങളും നാം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കരുത്. ഫോർ മെൻ ഈസ് എ ഷെയർ ഓഫ് വാട്ട് ദേ ഏൺ. പുരുഷന്മാർക്ക് അവർ നേടിയതിൻ്റെ ഫലമുണ്ട്. ആൻഡ് ഫോർ വുമൻ ഈസ് എ ഷെയർ ഓഫ് വാട്ട് ദേ ഏൺ. സ്ത്രീകൾക്ക് അവർ നേടിയതിൻ്റെ ഫലം അവർക്കുമുണ്ട്. ആൻഡ് ആസ്ക് അല്ലാഹ് ഓഫ് ഹിസ് ബൗണ്ടി. നിങ്ങൾ അള്ളാഹുവിനോട് അവൻ്റെ ഔദാര്യത്തെ ചോദിക്കുക, അവൻ്റെ അനുഗ്രഹത്തെ ചോദിക്കുക. ഇൻഡീഡ് അല്ലാഹ് ഹാസ് നോളജ് ഓഫ് ആൾ തിങ്സ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവനാണ് അള്ളാഹു എന്ന് നിങ്ങൾ തിരിച്ചറിയും. എൻ്റെ വിശദീകരണം ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് നോക്കാവുന്നതാണ്. ജസാക്കുമുല്ലാഹു ഹസനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.